നമ്മുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ എന്താണ്? എത്ര സമയത്തിനകം ഒരു തീരുമാനത്തിലേക്ക് എത്താനാകും? അതായത് ഇപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് ബാലകൃഷ്ണൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ വളഞ്ഞ് ചുറ്റിലും നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളും ഏകദേശം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ആന അല്പം ഈ റോഡുള്ള ഒരു പ്രദേശത്തേക്ക് ആനയെ എത്തിക്കേണ്ടതുണ്ട്. കാരണം കാട്ടിനുള്ളിൽ നിന്ന് വെടിവെച്ചാൽ മയക്കുവെടി വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് സംഘം ആനയെ കുറച്ച് റോഡുള്ള പ്രദേശത്തേക്ക് എത്തിക്കാൻ, അതായത് ഈ കാണുന്നതാണ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് തോൽപ്പെട്ടി വനമേഖല എന്ന് പറയുന്നത്. അതിന് റോഡിൻ്റെ സൈഡിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തി വരുന്നുണ്ട്. ആനയെ വളഞ്ഞുകൊണ്ടിപ്പോൾ ഫോറസ്റ്റ് ഓഫീസർമാർ നിൽക്കുന്ന സാഹചര്യം വരെ ഉണ്ട് എന്നാണ് PV ബാലകൃഷ്ണൻ എന്ന തിരുനെല്ലി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അല്പസമയത്തിനകം തന്നെ മയക്കുവെടി വെക്കാനാകുമെന്നാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വിവരം എന്നാണ്. ഏതായാലും അങ്ങനെയാണ് എങ്കിൽ ഇവിടെ മയക്കുവെടി വെക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും പുറത്തും സന്നദ്ധമായിരിക്കുന്നുണ്ട്. മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഷെജ്ന കരീം DFOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രസിഡന്റ് പറഞ്ഞത് കണക്കിലെടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് പ്രകാരം ആനയുടെ ചുറ്റിലും എന്നോണം ഫോറസ്റ്റ് അധികൃതർക്ക്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ആനയെ അല്പം കൂടി റോഡ് സൈഡിലേക്ക് എത്തിച്ചുകൊണ്ട് വെടിവെക്കാനുള്ള തീരുമാനം എടുക്കാനാവുമോ എന്നാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനാണിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും ഉടൻ തന്നെ ഒരു മയക്കുവെടി ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആന ഇപ്പോഴും ജനവാസ മേഖലയ്ക്ക് വളരെ അടുത്തുള്ള ഒരു കാട്ടിലാണ് കഴിയുന്നത്. ട്രാക്കിംഗ് എല്ലാം വളരെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നും ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും ആന മൂവ് ചെയ്യുന്നുണ്ട് എന്നും എല്ലാമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നിന്നും നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും മയക്കുവെടി വെക്കാനുള്ള സംഘവും ഇവിടെ തയ്യാറായിട്ടുണ്ട്. വെറ്റിനറി ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരത്തെ തന്നെ തയ്യാറായിട്ടുണ്ട്. ദൃശ്യങ്ങളടക്കം നമ്മൾ നേരത്തെ അയച്ചിട്ടുണ്ട്. ഏതായാലും DFO, സൗത്ത് വയനാട് DFO ഷെജ്ന കരീം അടക്കമുള്ള ആളുകളും ഇവിടെ തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ പ്രദേശം ഇപ്പോൾ ഇപ്പോൾ സാനിയോ നിൽക്കുന്ന സ്ഥലം ജനവാസ കേന്ദ്രത്തിൽ നിന്നും എത്ര അകലെയാണ്? കാരണം ആളുകളോട് പുറത്തിറങ്ങരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ മൊത്തം ആളൊഴിഞ്ഞ ഒരു സാഹചര്യമാണോ ഉള്ളത്? ജനവാസ മേഖലയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയൊക്കെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് കൃത്യമായി കാടാണ്. അതായത് തോൽപ്പെട്ടി വനമേഖലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തോൽപ്പെട്ടി വനമേഖല കേരളത്തിൻ്റെ വനമേഖലയാണ്. ആ വനമേഖലയിൽ തന്നെ ആനയുള്ളതിനാൽ വെടിവെക്കാനുള്ള സാഹചര്യം വളരെയധികം ഉണ്ട് എന്നാണ് പോലീസ് അടക്കം ഫോറസ്റ്റ് അധികൃതരടക്കം പറയുന്നത്. കാരണം നേരത്തെ വനംവകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു, കർണാടക ഭാഗത്താണ് ആനയുള്ളത് എങ്കിൽ നമുക്ക് വെടിവെക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കേരളത്തിൻ്റെ വനമേഖലയായ തോൽപ്പെട്ടി വനമേഖലയിൽ തന്നെയാണ് ആനയുള്ളത്. ഈ പ്രദേശത്ത് തന്നെയാണ് ആനയുള്ളത്. ഏകദേശം ഒരു 4 കിലോമീറ്റർ പരിസരത്ത് ഉള്ളിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആനയെ റോഡ് സൗകര്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ വെടിവെച്ചാൽ അതിനെ റോട്ടിൽ ഒരു ലോറിയിൽ കയറ്റാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഫോറസ്റ്റ് അധികൃതർ അതിന് ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. അല്പം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും റോഡിന് അടുത്തേക്കുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ആനയെ എത്തിക്കുക. ശേഷമായിരിക്കും മയക്കുവെടി വെക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക.